ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇക്കാനെ എയർപോർട്ടിലേക്ക് വിളിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. പോകുന്ന വഴിക്ക് ഇതവിടെ കാവടി ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊന്നൂസ് 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് സമയമൊക്കെ ആദ്യമൊക്കെ കുറച്ച് ടൈം നന്നായിട്ടിരുന്നു. എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ വരെ അവൾ ഓക്കെ ആയിരുന്നു. അതിന് ശേഷം കുറച്ച് വയലൻ്റൊക്കെ ആയിട്ടോ. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ചിക്കൻ റോളും അതുപോലെ ഗോലി സോഡയൊക്കെ കുടിച്ചു കേട്ടോ. ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ല. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാനും തോന്നിയില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ ഉള്ളിലേക്ക് എത്തി. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ പാർക്ക് ചെയ്യുന്ന സമയത്താണ് ഇക്ക വിളിച്ചത്. ഏകദേശം ലാൻഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇക്ക അവിടെ നിന്ന് എടുത്തിട്ടുള്ള, എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റിയില്ല. ഇക്ക വരുന്ന ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം മക്കളപ്പോഴത്തേനും ഇക്കാൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. പൊന്നൂസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൾ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അധികം സമയമൊന്നും നമുക്കവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇക്കാക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇക്ക പുറത്ത് വന്നു. അപ്പോൾ പുറത്ത് നമുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ വീട്ടിലേക്കല്ല പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഇക്ക ഇതുപോലെ ഗ്ലാസിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലഗേജൊന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഞങ്ങളെ കാണാനായിട്ട് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇക്ക വിളിച്ചു, പുറത്തേക്ക് എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മക്കളിതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇക്കാടെ അടുത്തേക്ക്. ഇക്കാനെ കണ്ടപ്പോൾ പൊന്നൂസ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി കുറച്ച് അടുത്ത് തന്നെ, എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. നോക്കിയപ്പോൾ അവിടെ നിന്നൊരു ട്രെയിനും വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞൂസ്. അപ്പോൾ ഇതേപോലെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണല്ലേ ഇങ്ങനെ ഈ ഒരു നമ്മളെ തലയുടെ മുകളിലൂടെ ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് വലിയ വലിയ പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് ലുലു മാളിലേക്കാണ് കേട്ടോ. ജസ്റ്റ് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ലുലു മാളിലെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ KFC ഒക്കെ കഴിച്ചിട്ട്. ഇക്ക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 4 മാസം മുമ്പ് വന്നപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ KFC കഴിക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്കൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ നേരെ KFCയിലേക്ക് പോവുകയാണ്. KFCയിലെത്തി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ന്യൂസ് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരുപാട് ദൂരം പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇക്കാനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയ ഒരു ദിവസം എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.